അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡബ്ലിംഗ് അപ്ഡേറ്റ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു ട്രെയിൻ യാത്ര നടത്തുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കിവിടെ നമ്മുടെ രണ്ടാമത്തെ ലെവൽ ക്രോസിൻ്റെ അടുത്തുള്ള പുതിയ ബിൽഡിംഗ് ഒന്ന് കാണാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രണ്ടാമത്തെ ലെവൽ ക്രോസ് ആണ്. അപ്പോൾ ഇവിടെ പുതിയ ബിൽഡിങ്, നമ്മുടെ ഗേറ്റ് കീപ്പറുടെ ബിൽഡിങ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളുള്ള സ്ഥലത്ത് വീണ്ടും വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര സ്റ്റേഷൻ കടന്ന് പാറസ്ഥല ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതാ മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ എടുത്തതിനെക്കാട്ടി കൂടുതൽ മണ്ണൊക്കെ എടുക്കാനായിട്ട് കൂടുതൽ എക്സ്കവേറ്റേഴ്സൊക്കെ കൊണ്ട് ഇറക്കുന്നതും ഒരുപാട് ലോറികൾ വന്ന് മണ്ണ് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ഭാഗമാണ്. ജില്ലാ ആശുപത്രിയുടെ താലൂക്ക് ആശുപത്രിയുടെ ഭാഗമാണ്. താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നെയ്യാറിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. നെയ്യാറിന് കുറുകെയുള്ള പാലം ഒരു സൈഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സൈഡ് ഇനി കണക്ട് ചെയ്തിട്ടില്ല. അവിടെ മണ്ണ് നികത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിന്ന്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസിറ്റിയിലാണ് പോകുന്നത്. അങ്ങോട്ട് ഇൻ്റർസിറ്റി ICF, ഇങ്ങോട്ട് ഇൻ്റർസിറ്റി LHB ആണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഇൻ്റർസിറ്റിയിലും എടുക്കാമെന്ന് വിചാരിക്കണോ. ഇതിപ്പോൾ നമ്മൾ അമരവിള സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ലെവൽ ക്രോസ് എത്തുന്നു. അമരവിള സ്റ്റേഷന് തൊട്ട് മുന്നേ ഉള്ള നോൺ ഇൻ്റർലോക്ക്ഡ് ലെവൽ ക്രോസ് ആണ്. പിന്നെ അടുത്തത് അമരവിള സ്റ്റേഷനാണ്. ഈ സൈഡിലേക്ക് അമരവിള സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് പഴയ പ്ലാറ്റ്ഫോമിനെ സൈഡിൽ പുതിയ പ്ലാറ്റ്ഫോമിനുള്ള തിട്ട അത് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറിയാണ് വരുന്നത്. ഈ പഴയ പ്ലാറ്റ്ഫോം മൊത്തത്തിൽ പൊളിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പുറത്ത് പുതിയ പ്ലാറ്റ്ഫോമിനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു മാറ്റും. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തെല്ലാം പ്ലാറ്റ്ഫോം ആയിരിക്കും. അതായത് രണ്ടാമത്തെ ലെവൽ ക്രോസ് ആണ് ഈ റൂട്ടിൽ. അപ്പോൾ ഇവിടെയും കൂടുതൽ മണ്ണൊക്കെ എടുത്ത് മാറ്റി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക കാണാം. ബൗണ്ടറി വാളും ഓടകളും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ ബൗണ്ടറി വാൾ വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ധനുവച്ചപുരം സ്റ്റേഷൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധനുവച്ചപുരം ഇവിടെയൊക്കെ നല്ല തോതിൽ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. പുതിയ ട്രാക്ക് ഈ സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ലെവൽ ചെയ്തേ പറ്റത്തുള്ളൂ. പുതിയ ഓടകളൊക്കെ നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഏരിയയിലെ മൂന്നാമത്തെ ലെവൽ ക്രോസ് ആണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്.
മിക്കവാറും TSS ആവാം, ഇല്ലെങ്കിൽ ലെവൽ ക്രോസ് മാറ്റി സ്ഥാപിക്കുന്നതാവാം. TSS അല്ല, സോറി, SSP അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ക്രോസിൻ്റെ ബിൽഡിങ് മാറ്റി സ്ഥാപിക്കുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണാം മണ്ണൊക്കെ ഇട്ട് നല്ലപോലെ ലെവൽ ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ നാഗർകോവിൽ എരണിയിലും അതേപോലെ തിരുവനന്തപുരം നേമവും കഴിഞ്ഞാൽ ഡബിളിംഗ് വർക്ക് പൂർത്തീകരിക്കാൻ സാധ്യതയുള്ള ഒരു റൂട്ട് ഇത് തന്നെയാണ്. ഈ റൂട്ടിൽ ബാക്കി എങ്ങും കാര്യമായിട്ട് വർക്കുകൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ മിക്കവാറും ബാലരാമപുരം, മറ്റേ നേമം, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം സൗത്ത് നെയ്യാറ്റിങ്കര ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇത് നമ്മൾ ധനുവച്ചൂരം സ്റ്റേഷൻ്റെ ഏരിയാസ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ധനുവച്ചൂരം സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പാറശാല ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നമ്മൾ കൊറ്റാമ ഏരിയ പാസ് ചെയ്തു. ഇവിടങ്ങളിലൊക്കെ വർക്ക് നടക്കാനുണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ മുകളിൽ വർക്ക് തുടങ്ങി കാണും. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റാത്തതായിരിക്കാം. ഇത് മിക്കവാറും ലെവൽ ചെയ്ത് താഴെ കൊണ്ടുവരേണ്ടി വരും. ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ താഴ്ചയും അവിടെ പൊക്കവും. അപ്പോൾ ആ പൊക്കത്തിൽ നിന്ന് മണ്ണെടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഇവിടെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ നല്ലപോലെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ മണ്ണൊക്കെ കൊണ്ടിറക്കി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വെള്ളത്തിന് പോകാനുള്ള ചാലുകളും ഒക്കെ അവർ നിർമ്മിച്ച് കഴിഞ്ഞു. ഇവിടുന്ന് മണ്ണെടുത്ത് ഇവിടെയും മണ്ണെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പരശുവയ്ക്കൽ ഏരിയയാണ്. പരശുവയ്ക്കൽ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവിടെയൊക്കെ ഇതാ ബൗണ്ടറി വോളൊക്കെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബൗണ്ടറി വോള്, ഓടകളൊക്കെ അവിടെയുണ്ട്. വെള്ളത്തിന് പോകാനുള്ള ചാലൊക്കെ അവിടെ പ്രത്യേകം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ TSR ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി നല്ലപോലെ സ്പീഡ് കുറച്ചിട്ടുണ്ട്. ട്രാക്കിൽ എന്തോ വർക്ക് നടക്കുന്ന ഏരിയ ആണ്. ഇതാ ഇവിടെയൊക്കെ വെള്ളം പോകാനുള്ള ചാലായിരിക്കണം. ഇതാ വാർത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടെ ഒരു അരുവി ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഒഴുകി വരുന്നുണ്ട് മീൻസ് ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള പാത്ത് ഒരുക്കുന്നതായിരിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ നേരത്തെ മണ്ണെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെയുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇടിച്ചക്കപ്ലാമൂട് ഭാഗം എത്തിയിട്ടുണ്ട്. അവിടുത്തെ ആ ഓവർബ്രിഡ്ജാണ് ആ കാണുന്നത്. അത് നേരത്തെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അധികം പണി വേണ്ടി വരത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പാറശാല ഗ്രാമപഞ്ചായത്ത് വണ്ടി ഇപ്പോൾ ഇനി സ്പീഡ് പിടിക്കും. ഇത് കഴിഞ്ഞാൽ പാറശാല സ്റ്റേഷൻ. പാറശാല സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴിത്തറ അടുത്താണ് വർക്കുകളുള്ളത്. ഞാൻ
ഒറ്റ പാർട്ടിൽ അങ്ങ് വരെ തീർക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എന്തായാലും എരണിയിൽ നാഗർകോവിൽ ഒരു ഒറ്റ പാർട്ടായിട്ട്, മൂന്നാമത്തെ പാർട്ടായിട്ട് ചെയ്യാം. അതൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് തന്നെ ചെയ്യാം. ഇവിടെയൊക്കെ ചെറിയ തോതിൽ ലെവലിംഗ് വർക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊരു വെള്ളം പോകാനുള്ള ചാല് തന്നെ ആയിരിക്കണം. ആരോ ഒരാൾ ഇവിടെ ഇടയ്ക്ക് വഴി വെട്ടി വന്നിട്ടുണ്ട്. ഇവിടെ മുകളിലൊക്കെ മനോഹരമായൊരു വീട്. സ്ഥലമൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നെ അത്യാവശ്യം പൈസ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കൊക്കെ വീട് വെക്കാനൊക്കെ, ചിലർക്ക് ഒരുപാട് പേര് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അങ്ങനെ സ്ഥലമൊക്കെ ഏറ്റെടുക്കുന്ന വഴിയെ. പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് ഇങ്ങനെ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് പോകുന്നത് കൊണ്ട്. ഇപ്പം നമ്മൾ പാറശാല സ്റ്റേഷൻ്റെ ഔട്ടർ ഏരിയയിൽ എത്തുന്നു. ഒരു രണ്ട് വളവ് വളഞ്ഞാൽ പാറശാല സ്റ്റേഷൻ്റെ ഔട്ടറാണ്. ഈ കർവ് നമ്മൾ ഇടത്തോട്ട് തിരിയും, അത് കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് പാറശാല സ്റ്റേഷൻ അങ്ങോട്ട് കയറുകയാണ്. ഇവിടെയൊക്കെ നേരത്തെ ചെയ്തിരുന്ന വർക്കുകളാണ്, നേരത്തെ സ്ഥലം വെച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടെ ആ വീട്ടിൽ ആ ചേട്ടനിപ്പോൾ ഒരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ICF ആണ് കോച്ചെങ്കിലും മുന്നിലുള്ളതൊരു EOG ആണ്, LHPയുടെ EOG ആണ്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവർ ഈ ഒരു കോച്ചിനെ മാത്രം, ആദ്യത്തെ കോച്ചിനെ മാത്രം LHP CVC കപ്ലിംഗ് ആക്കി വെക്കും. അപ്പോൾ അങ്ങനെ LHP ICF ഏത് വേണേൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പാറശാല റെയിൽ നീർ. അപ്പോൾ അവിടെയൊക്കെ ചെറിയ തോതിൽ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്, വലിയ ഡെവലപ്മെൻ്റ് ഇല്ല. ഇവിടെ വെയിറ്റിംഗ് ഷെഡ് ആയിരിക്കണം പണിയുന്നത് പുതിയത്. പാറശാല സ്റ്റേഷൻ കിടക്കാണത്. ഇവിടെ വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ ഈ സൈഡിലും ഇവിടെയും അപ്പുറത്തെ സൈഡിലുമൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയാണ് വെൽക്കം ടു കേരള ബോർഡ്. ഫയലിംഗ് വർക്കുകളൊക്കെ ആ സൈഡിലാണ്, രണ്ട് സൈഡിലുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കാഴ്ചകളുള്ള സ്ഥലത്തെത്തുമ്പോൾ വീഡിയോ എടുക്കാം. ഇപ്പോൾ നമ്മൾ കുഴുത്തറ വെസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴുത്തറ വെസ്റ്റ് സ്റ്റേഷൻ ഇവിടെയാണ്. ഇവിടെ അധികം വർക്കുകൾ പിന്നെ നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പായ കുഴുത്തറയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സ്ഥലങ്ങളുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നടന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊന്ന് കാണാം. ഈ ഒരു വളവ് വളഞ്ഞു ചെന്നാൽ നമ്മുടെ താമരപരണി ആറിനടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ നേരത്തെ വർക്ക് നടന്നിരുന്നു. ഇതാണ് ആ ഭാഗം. ഇവിടെ അണ്ടർപാസൊക്കെ ഓൾറെഡി സെറ്റാണ്. ഈ ഒരു ഭാഗം മണ്ണിട്ട് റെഡിയാക്കിയിരുന്നു. എനിക്കൊന്ന് ഈ ഒരു ഏരിയ മാത്രമേ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. ഇതൊരു അണ്ടർപാസ് കംപ്ലീറ്റ് ആയതാണ്. ഇത് പിന്നെ വർഷങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ആയ പാലമാണ്. ഇപ്പോൾ വെള്ളവടി ടീമുകളുടെയും പിള്ളേർ സെറ്റിൻ്റെയൊക്കെ ഏരിയയാണ് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് കുഴുത്തറ സ്റ്റേഷൻ്റെ അടുത്താണ് കാഴ്ചകൾ. അവിടെ എത്തുമ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി കുഴുത്തറ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഒരു പാലമൊക്കെ പണിത് വെച്ചേക്കുന്നത് കാണാം. ഈ ഒരു ഭാഗമൊക്കെ ഇനി പൊളിക്കേണ്ടതാണ്. ഇവിടെ ഈ ഒരു വീടൊക്കെ ഓൾറെഡി ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഈ പാലം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത ടണലിലോട്ട് കയറും. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ലൂപ്പും ഉണ്ടാവും. അങ്ങനെ മൊത്തം 4 ലൈനാണ് കുഴുത്തറ സ്റ്റേഷനിൽ. അപ്പോൾ ഈ
ഇനി നമുക്ക് അടുത്ത വർക്ക് നടക്കുന്ന സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാം. അതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിലൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, അത് നമുക്കൊന്ന് കാണാം കുഴിത്തറയിൽ. ഇത് ഇവിടുത്തെ പുതിയ പാർക്കിംഗ് ഏരിയ ആണ് കുഴിത്തറയിലെ. മെയിൻ എൻട്രൻസ്, ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെയാണ്. ഇവിടെ ഈ സൈഡിലായിട്ടൊരു ബിൽഡിംഗ് പുതിയതായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് അടുത്ത് നിന്നുള്ളൊരു കാഴ്ച ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഈ ഏരിയയിലെ ഇവിടുത്തെ പുതിയ ബിൽഡിങ്. സ്റ്റേഷൻ ബിൽഡിംഗ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, കുറേ കൂടെ ഇപ്പുറത്തോട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. സോ മെയിൻ എൻട്രൻസ് മീൻസ് പ്ലാറ്റ്ഫോമിലോട്ടുള്ള എൻട്രൻസ്. അപ്പോൾ ആ വീഡിയോ കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്തേക്കാം. അപ്പോൾ നമ്മളിപ്പം കുഴിത്തറ സ്റ്റേഷനിലാണ്. കുഴിത്തറ സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ ബിൽഡിങ് കുറച്ചുകൂടെ നാഗർകോവിൽ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങൊക്കെ പണിയുന്നതാണ് ഈ കാണുന്നത്. കുഴിത്തറ സ്റ്റേഷനിൽ ഒരു ലൂപ്പ് ലൈനിനും കൂടെ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇട്ടിട്ടാണ് ആ സ്റ്റേഷൻ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നത്. സോ നിലവിലുള്ള സ്റ്റേഷൻ ബിൽഡിങ്ങും എല്ലാം ഡെമോളിഷ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു ലൈനും കൂടെ വരേണ്ടതായിട്ടുണ്ട്, ഒരു ലൂപ്പ് വരേണ്ടതായിട്ടുണ്ട്. സോ രണ്ട് മെയിൻ ലൈൻ, ഒരു 2 ലൂപ്പ്, അങ്ങനെ 4 ലൈനാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യം വരില്ല. ഇവിടെ ഓൾറെഡി ഒരു ലൂപ്പുണ്ട്, അപ്പുറത്താണ് മറ്റേ മെയിൻ ലൈൻ വരുന്നത്. സോ ഇവിടെ ഒരു ലൂപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. നിലവിൽ ഏകദേശം 2 നില കെട്ടിടം ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ട്രെയിനിൽ എപ്പോഴും ഇവിടെ ക്രോസിങ് കിട്ടുമായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് നാഗർകോവിൽ സൈഡിലേക്ക് മെയിൻ ബിൽഡിങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അതായത് പുതിയ ബിൽഡിങ് കുറച്ചുകൂടെ നടുക്കായിട്ട്, സ്റ്റേഷൻ്റെ ഏകദേശം നടുക്കായിട്ട്, കണ്ടതേ ഇവിടെ കോച്ച് പൊസിഷൻ 12, 10, 11 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടായിട്ട് പുതിയ സ്റ്റേഷൻ ബിൽഡിങ് ഷിഫ്റ്റ് ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ബിൽഡിങ് അപ്പുറത്ത് ഒരു എൻഡിലായിട്ടുണ്ട്, അത് വേറെ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റും കൂടെ ഒന്ന് തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഏരിയ കുറേ നാൾ മുന്നേ മണ്ണൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നിർത്തിയിരുന്ന ഏരിയ ആണ്. അതായത് എനിക്ക് തോന്നുന്നു അവരുടെ ലാൻഡ് അക്വസിഷൻ തീരുന്ന അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വർക്കുകൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു മേൽപ്പാലം, ചെറിയ മേൽപ്പാലം, വെള്ളം പോകാനുള്ള ചാലുമല്ലോ ആയിരിക്കണം. മേൽപ്പാലം നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നമ്മുടെ പള്ളിയാടി സ്റ്റേഷന് മുന്നേ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇത്രയും ഒരു വർക്ക് കുറേ വർഷങ്ങളായിട്ട്, കുറേ നാൾ മുന്നേ ചെയ്തു വെച്ചതാണ്. ആ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വണ്ടി പള്ളിയാടി സ്റ്റേഷൻ പാസ് ചെയ്യുകയാണ്. കുറച്ച് മുന്നേ ട്രാക്കിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു, അത് കാരണം വണ്ടി സ്പീഡ് കുറച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ഹോണടി കേട്ടത് വണ്ടി സ്പീഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് പുതിയ പ്ലാറ്റ്ഫോം പണി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നത് പഴയ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഇടതുവശത്തുള്ള പ്ലാറ്റ്ഫോം, വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തുള്ള പ്ലാറ്റ്ഫോം മൊത്തം പണി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം സെറ്റാക്കി പഴയ പ്ലാറ്റ്ഫോമിനെ ഇടിച്ച് കളയും. ഇവിടെ പുതിയ ട്രാക്ക് വരേണ്ടതായിട്ടുണ്ട്. 2ാമത്തെ ട്രാക്ക് നിലവിൽ ഈ പ്ലാറ്റ്ഫോം നിൽക്കുന്നിടത്താണ് വരേണ്ടത്. ഇവിടെ ഇപ്പോൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലം എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയ അപ്ഡേറ്റാണ്. അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത്രയും നാൾ അവിടെ പണിയൊന്നും നടക്കുന്നില്ലായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, അവിടെ എന്താ പറയുക, അവിടെ പണികൾ നടക്കേണ്ടതുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ വാർക്കുന്ന ജോലികളാണ്, അതായത് അണ്ടർപാസിന് എക്സ്റ്റൻഷൻ എടുക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഈ ഒരു വളവ് വളഞ്ഞാൽ നമ്മുടെ NHൻ്റെ നാഷണൽ ഹൈവേ 66 ബൈപ്പാസ് ഉണ്ടല്ലോ, കഴക്കൂട്ടം കാരോട് കന്യാകുമാരി റോഡ്, ആ റോഡും കൂടെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമുക്ക് പിന്നെയുള്ളത് എരണിയൽ സ്റ്റേഷനടുത്തെ കാഴ്ചകളുള്ളൂ. എരണിയിൽ തൊട്ടുള്ളത് ഞാൻ എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല. അത് ഞാൻ 3ാമത്തെ പാർട്ട് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെയാണ് NH 66ൻ്റെ നമ്മുടെ മേൽപ്പാലം വരുന്നത്. പിന്നെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് പള്ളിയാടി സ്റ്റേഷൻ എടുക്കണം. അതേപോലെ കുറച്ച് മിസ്സായ കാഴ്ചകളുണ്ട്, ആ കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ടൗണ് വരെ
നമ്മുടെ അങ്ങോട്ടുള്ള ഇൻ്റർസിറ്റിയിൽ പോയി തിരിച്ച് ഇപ്പം ഇൻ്റർസിറ്റിയിൽ തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് കാഴ്ചകൾ തുടരാം. കുറച്ച് കാഴ്ചകളുണ്ട്. അതായത് നമുക്ക് മിസ്സായ സൈഡിലെ കാഴ്ചകൾ പ്ലസ് നമ്മുടെ തിരുവനന്തപുരം അടുത്ത് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റാൻ, അതായത് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വർക്കുകൾ നടന്നായിരുന്നു. അപ്പോൾ ആ വർക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പ്ലസ് നമ്മുടെ അമരവിള സ്റ്റേഷന്, അങ്ങനെയുള്ള കുറച്ച് പള്ളിയാടി സ്റ്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ NHൻ്റെ ഭാഗമായിട്ടുള്ള മേൽപ്പാലം അതിപ്പോൾ വരും. ഇതാണ് NHൻ്റെ ഭാഗമായിട്ടുള്ള മേൽപ്പാലം. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പള്ളിയാടി സ്റ്റേഷനാണ്. ഞാൻ എൻ്റെ കുറച്ച് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ മൂന്നാമത്തെ പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ ഗ്യാപ്പ് വന്നതുപോലെ ഗ്യാപ്പ് വരത്തില്ല. ഞാൻ സെക്കൻഡ് പാർട്ട് ഞാൻ മൊത്തം ഒന്ന് റീഷൂട്ട് ചെയ്തു. കാരണം അന്ന് ഒരു ബാഡ് ലൈറ്റിംഗ് ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പാർട്ട് ഇത്രയും ഡിലേ ആയത്. നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളെ കാഴ്ചകൾ കാണിക്കുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റിയോടെ കാണിക്കണമല്ലോ. അപ്പോൾ ഇതാണ് പള്ളിയാടി സ്റ്റേഷനിലെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ സൈഡിൽ ഇതുവരെ കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ല. അപ്പം ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ അപ്പുറത്തെ സൈഡിൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൻ പ്ലാറ്റ്ഫോം, അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം വരുന്ന ഭാഗത്ത് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ പള്ളിയാടി സ്റ്റേഷൻ വഴി പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ട്രാക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വണ്ടി സ്ലോ ചെയ്യുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം തീരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നിർത്താം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇനി കാഴ്ചകളുള്ളതെന്ന് പറഞ്ഞാൽ അമരവിള ഭാഗത്താണ്. അമരവിള ഭാഗം, പിന്നെ നെയ്യാറ്റിൻകരയിലെ പ്ലാറ്റ്ഫോം ഇപ്പോൾ കാണാൻ പറ്റുവാണെങ്കിൽ അത് നേരത്തെ ഞാൻ വന്നപ്പോൾ വണ്ടി ക്രോസിംഗ് ആയിരുന്നു. സോ എനിക്ക് നെയ്യാറ്റിൻകരയിലെ പ്ലാറ്റ്ഫോം കിട്ടിയില്ല. സോ അതൊന്ന് നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പം അടുത്ത കാഴ്ചയുള്ള സ്ഥലത്തെത്തുമ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോകുന്ന വഴിയിൽ നമ്മൾ വീണ്ടും കുഴുത്തറ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സൈഡ് നമുക്ക് നോക്കാം. ഇവിടെ എന്തെങ്കിലും വർക്കുകൾ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് പഴയ പോലെ തന്നെ കാര്യമായ വർക്കുകൾ നടന്നിട്ടില്ല. അപ്പോൾ ഇനി കാഴ്ചകളുള്ള സ്ഥലം എത്തുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വീഡിയോ തുടരാം. ഇവിടെ അങ്ങനെ കാര്യമായ കാഴ്ചകളില്ല. കാട് പിടിച്ച് കിടക്കുകയാണ്. നേരത്തെ ചെയ്ത വർക്കുകൾ അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്നു. അത്രയേ ഉള്ളൂ ഇവിടുത്തെ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇനി വർക്കുള്ള സ്ഥലം എത്തുമ്പോൾ നമുക്ക് കാഴ്ചകൾ തുടരാം. അപ്പോൾ നമ്മൾ ധനുവച്ചൂരം സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ധനുവച്ചൂരം സ്റ്റേഷനിൽ പുതിയ ഷെൽട്ടറൊക്കെ പണിയുന്നുണ്ട്. പാറശാലയിൽ ഷെൽട്ടറുകൾ പണിയുന്നുണ്ടായിരുന്നു. ധനുവച്ചൂരത്ത് പുതിയ ഷെൽട്ടറുകൾ പണിയാണ്. ഇതോ പഴയതാണ്. അതല്ലാതെ പുതിയ ഷെൽട്ടറുകളുണ്ട്, പണിയുന്നുണ്ട്. ഇത് പഴയ ഷെൽട്ടറാണ്. ഇതൊക്കെ പഴയ ഷെൽട്ടറാണ്. ഇതെല്ലാം പഴയ ഷെൽട്ടറുകളാണ്. ഇത് പുതിയതായിട്ട് പണിതതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ധനുവച്ചൂരം സ്റ്റേഷനായിരുന്നു കടന്നുപോയത്. അപ്പോൾ നമ്മളങ്ങനെ അമരവിള സ്റ്റേഷൻ്റെ ഭാഗത്തെത്തുന്നു. ഇത് ലെവൽ ക്രോസ് ആണ്. അവിടെ പണി നടക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് പുതിയ പ്ലാറ്റ്ഫോം വരേണ്ടത് അമരവിളയിൽ. അതിനുള്ള വർക്കുകൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ്. ഇവിടെ സുരക്ഷാ ഭിത്തിയൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അവിടെയാണ് പുതിയ പ്ലാറ്റ്ഫോം വരുന്നത്. ഈ ഒരു സ്ഥലം വരെ പ്ലാറ്റ്ഫോം ഉണ്ടാവും. അപ്പുറത്ത് SSPO എന്തോ ഒരു സംഭവം പണിത് വരുന്നുണ്ട്. അതിൽ ലെവൽ ക്രോസിൻ്റെ തന്നെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. ലെവൽ ക്രോസിന് വേണ്ടി തന്നെയുള്ള ബിൽഡിംഗ് ആയിരിക്കണം അത്. ലെവൽ ക്രോസിൻ്റെ അടുത്താണ്. നിലവിൽ നോൺ ഇൻ്റർലോക്ക്ഡ് ആണ്. അത് ഇൻ്റർലോക്ക് ചെയ്യുമായിരിക്കും പുതിയ വർക്കുകൾ വരുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാനുണ്ട്. അതൊന്ന്
അപ്പോൾ നമ്മൾ നെയ്യാറ്റിങ്കര സ്റ്റേഷന് സ്കിപ്പ് ചെയ്യുകയാണ്, പാസ് ചെയ്ത് പോവുകയാണ് നെയ്യാറ്റിങ്കര സ്റ്റേഷന്. ഇത് പഴയ ഗാങ് റൂമൊക്കെയാണ്, മറ്റേ മെയിൻ്റനൻസ്, ട്രാക്ക് മെയിൻ്റനൻസിൻ്റെയൊക്കെ റൂമൊക്കെ ഇവിടെയായിരുന്നു. ഇതിന് പകരമാണ് സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിലൊരു പുതിയ റൂം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് നിലവിലെ SM റൂമൊക്കെയാണ്. ബുക്കിംഗ് കൗണ്ടറൊക്കെ ഇവിടെയാണ് നിലവിൽ. ക്യാൻറ്റീൻ ഇതാണ്. ഇത് ബാറ്ററി റൂമൊക്കെയാണ്. ഇത് നിലവിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്. ഇത് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. അത് കഴിഞ്ഞ് കാണുന്നത് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ്. ആ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ആ നേരെ പുറകിലായിട്ട് കാണുന്നതാണ് പുതിയതായിട്ട് വരാൻ പോകുന്ന ഗാങ്മെനും ട്രാക്ക് മെയിൻ്റനൻസിനും പിന്നെ ഇവിടെ ഒരു മെയിൻ്റനൻസ് മറ്റേ നമ്മുടെ ട്രാക്ക് മെഷീൻ ഉണ്ടാവും, അതിൻ്റെ ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലം അവിടെയായിരിക്കും. താമസിക്കാൻ മീൻസ് അവർക്ക് റെസ്റ്റ് എടുക്കാനും വർക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇരിക്കാനും ഒക്കെയുള്ള സ്ഥലം, താമസിക്കാനല്ല. അപ്പോൾ ഇതാ നമ്മൾ നെയ്യാറ്റിങ്കര വിട്ടു. ഈ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നേമത്തിൻ്റെ കാഴ്ചകളുണ്ട്. പിന്നെ പ്ലസ് ഞാൻ പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരം സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് റൈറ്റ് സൈഡിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത, അതായത് നമ്മുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാണ് ആ വർക്ക് നടന്നത്, അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ നമ്മളിതാ വീണ്ടും നേമം സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പുതിയ മേൽപ്പാലം, റോഡ് ബ്രിഡ്ജ് വരുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് റീപ്ലേസ് ചെയ്യേണ്ട പാലം. ഇതൊരു വെള്ളത്തിൻ്റെ ചാലാണ്, അതിന് പകരം പുതിയ വെള്ളത്തിൻ്റെ ചാല് വരുന്നുണ്ട്. അതേപോലെ ഇതാണ് സ്റ്റേഷനിൽ നിലവിൽ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അതായത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങറ്റത്തായിട്ട് ബൗണ്ടറിയൊക്കെ കെട്ടി വാർക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. ഇത് അവിടെ പുതിയ ഷെൽട്ടറൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ താഴെ ഒരു SSP എന്തോ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പം കമ്മ്യൂണിക്കേഷൻ്റെ റൂമോ അങ്ങനെ എന്തെങ്കിലും റൂമായിരിക്കും ഇത് കെട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നേമം സൈഡിലെ കൺസ്ട്രക്ഷൻ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ എന്താ പറയുക, തിരുവനന്തപുരം സെൻട്രലിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ നമ്മുടെ കിള്ളിയാറിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നേരത്തെ വർക്ക് നടന്ന സ്ഥലങ്ങളൊക്കെ കാട് പിടിച്ച് കിടന്നിരുന്നു, അതൊക്കെ വെട്ടിത്തെളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നു കഴിഞ്ഞാണ് ഈ വർക്ക് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നല്ലപോലെ പൊളിച്ചടുക്കി പണി തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം നേമവും തിരുവനന്തപുരം എരണിയൽ നാഗർകോവിലും ഒന്ന് ഡബിളായി കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റോട് കൂടി നമ്മുടെ 2ാം ഭാഗം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. 3ാം ഭാഗം ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാം. വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അടുത്ത പാർട്ട്, അതായത് ഫൈനൽ പാർട്ട് 3 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 3ാമത്തെ പാർട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഏവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്.